കരിമ്പം ഫാമിലെ ജൈവ വൈവിധ്യ കേന്ദ്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി മാലിന്യം തള്ളൽ രൂക്ഷം. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയോരത്തെ കേന്ദ്രത്തിലേക്ക് രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കരിമ്പത്തെ ജില്ലാ കൃഷിത്തോട്ടത്തിലെ ജൈവ വൈവിധ്യ കലവറ നാശത്തിന്റെ വക്കിലാണ്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയോരത്തെ കേന്ദ്രത്തിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കുന്ന ലോഡ് കണക്കിന് ജൈവ അജൈവ മാലിന്യങ്ങളാണ് വലിച്ചെറിയുന്നത്. ജൈവ വൈവിധ്യ കേന്ദ്രം മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും കാലപ്പഴക്കം കാരണം മതിൽ പലയിടങ്ങളിലായി തകർന്നത് മാലിന്യം തള്ളാനെത്തുന്നവർക്ക് സഹായമാവുകയാണ്. ചാക്കുകളിലും വലിയ കവറുകളിലുമായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ്. ഇവയിൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഫാമിലെ ജൈവസമ്പത്തിന് ഏറെ ഭീഷണിയായി തീർന്നിരിക്കുന്നത്. മഴക്കാലം എത്തുന്നതോടെ മാലിന്യങ്ങൾ ഒഴുകി കരിമ്പം തോട്ടിലേക്കാണ് എത്തിച്ചേരുക. മുൻകാലങ്ങളിലും ഈ ഭാഗത്ത് മാലിന്യം തള്ളൽ രൂക്ഷമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ഈ ഭാഗത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇതുവഴി വൈദ്യുതി വിതരണം ഇല്ലാത്തതിനാൽ തെരുവ് വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല. നമ്മുടെ ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് താലൂക്ക് ഓഫീസിന് താഴെയും കരിമ്പത്തിനും ഇടയിൽ വലിയ പൈനാവളവിന്റെ താഴെ നല്ല റോഡ് വികസന വീതി കൂട്ടിയതിനു ശേഷം അവിടെ ഒരു ചെറിയൊരു കൽപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ ഏറ്റവും ഇപ്പം പുറമേ നിന്ന് വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം അത് ഭയങ്കരമായിട്ട് ഇപ്പൊ അവിടെ വേസ്റ്റ് കൊണ്ട് തട്ടിയിട്ട് ഭയങ്കര യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അത് നീക്കം ചെയ്യുന്നു പറഞ്ഞിനി അവിടെ ക്യാമറ സ്ഥാപിക്കാന്നൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നിട്ട് കാണുന്നില്ല. അതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് ജൈവ വൈവിധ്യ കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ നീക്കാനും ക്യാമറകളും തെരുവുവിളക്കുകളും സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നത് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.